അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ അമയ കെ വി 9th E, ഞാൻ അജ്ദർ AP 8th E. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നുമെൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിൽപ്രകാശരൂപനെ വണങ്ങണം. പൊൻചിലമ്പ് കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടട്ടെ ഞാൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 26. ഇന്നാണ് മലയാളത്തിന്റെ പ്രിയ കവിയായിരുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ ഓർമ്മദിനം. ഇതൊക്കെ എന്ത് വേണം അതിനെ കാണാൻ? വെളിച്ചമാക്കണ്ടായി വേണോ? ഇത് വേണം, കണ്ണ് വേണം. കണ്ണെവിടെയാ? കണ്ണ് മുഖത്താ. എല്ലാരെയും കണ്ണ് മുഖത്ത് തന്നെയാണോ? ഇപ്പൊ എല്ലാരും കാണുന്നുണ്ടോ? എല്ലാം മുമ്പിൽ കാണുന്നുണ്ടോ? അത് പിന്നിലുള്ള എങ്ങനെ കാണാ? അങ്ങനെ ചോദിക്കാ, അത് മുമ്പാവില്ലേ? എല്ലാം ശ്രദ്ധിക്കുക. കണ്ണുകൊണ്ട് കാണണമെങ്കിലും കാതുകൊണ്ട് കേൾക്കണമെങ്കിലും എന്ത് വേണം? ശ്രദ്ധ. വരുന്നതൊരാന, ഈ വരുന്നതൊരീച്ച, ആനയുമീറ്റയും അങ്ങനെയങ്ങനെ അടുത്തടുത്തു വരുന്നു. ആനയ്ക്കുണ്ടോ പേടി, ഈച്ചയ്ക്കുണ്ടോ പേടി? രണ്ടിനുമില്ലൊരു പേടി. ആന താഴെ പോയി, ഈച്ച മേലേ പോയി. ആന താഴെ പോയി, ഈച്ച മേലേ പോയി. മലയാളത്തിലെ ആധുനിക കവികളിൽ ഒരാളാണ് കുഞ്ഞുണ്ണി മാഷ് എന്നറിയപ്പെടുന്ന അതിയാരത്ത് കുഞ്ഞുണ്ണി. ദാർശനിക മേമ്പൊടിയുള്ള ഹ്രസ്വ കവിതകളിലൂടെ ശ്രദ്ധേയനായി. ബാലസാഹിത്യ മേഖലയിൽ ഇദ്ദേഹത്തിന്റെ സംഭാവനകൾ വ്യാപകമായ അംഗീകാരം നേടിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ വലപ്പാട് ഞായപ്പള്ളി ഇല്ലത്തെ നീലകണ്ഠൻ മൂസതിന്റെയും അതിയാരത്ത് നാരായണി അമ്മയുടെയും മകനായി 1927 മെയ് 10 കുഞ്ഞുണ്ണി മാഷ് ജനിച്ചു. ചേളാരി ഹൈസ്കൂളിൽ അധ്യാപകനായി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കുഞ്ഞുണ്ണി മാഷ് ജീവിതത്തിന്റെ ഭൂരിഭാഗവും കോഴിക്കോടാണ് ചെലവഴിച്ചത്. 1953 കോഴിക്കോട് ശ്രീരാമകൃഷ്ണ മിഷൻ ഹൈസ്കൂളിൽ അധ്യാപകനായി ചേർന്നു. കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷാശാസ്ത്രമാണ് കുഞ്ഞുണ്ണി മാഷിനെ ഏറെ സ്വാധീനിച്ചത്. കുട്ടിക്കാലത്ത് വായിച്ചതേറെയും കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തുള്ളൽ കഥകൾ എഴുതി സ്വയം അവതരിപ്പിച്ചിരുന്നു. 10ാം തരം കഴിഞ്ഞപ്പോൾ യുഗപ്രപഞ്ചം എന്ന തുള്ളൽ എഴുതിയതോടെ കവിയായി അറിയപ്പെട്ടു തുടങ്ങി. മലയാള കവിതയിൽ വ്യതിരിക്തമായൊരു ശൈലി അവതരിപ്പിച്ച കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. ഹ്രസ്വവും ചടുലവുമായ കവിതകളിലൂടെയാണ് ഈ കവി ശ്രദ്ധേയനാകുന്നത്. അലങ്കാര സമൃദ്ധമായ കാവ്യശൈലിയിൽ നിന്നു മാറി ഋജുവും കാര്യമാത്ര പ്രസക്തവുമായ കവിതാരീതിയാണ് ഇദ്ദേഹം അവതരിപ്പിച്ചത്. ദാർശനികമായ ഛായു പ്രകടമാക്കുന്നവയാണ് ഇദ്ദേഹത്തിന്റെ കവിതകൾ. ഇവ മുതിർന്നവരെയും കുട്ടികളെയും ഒന്നുപോലെ ആകർഷിച്ചു. കുഞ്ഞുണ്ണി മാഷിന്റെ കാൽശതം കുഞ്ഞുണ്ണി എന്ന പേരിൽ സമാഹരിക്കപ്പെട്ട 25 കവിതകൾ സമകാലീനരായ മറ്റു കവികളുടേതിൽ നിന്നു ഭാവകത്വപരമായ അന്തരം വ്യക്തമാക്കുന്നവയും ആധുനിക മലയാള കവിതയുടെ വളർച്ചയുടെ ദൃഷ്ടാന്തവുമാണ്. ഈരടികൾ മുതൽ 4 വരികൾ വരെയുള്ളവയാണ് കുഞ്ഞുണ്ണി കവിതകളിലേറെയും. ആദ്യകാല കവിതകൾ ഇവയെ അപേക്ഷിച്ച് ദൈർഘ്യമുള്ളവയാണ്. എന്നാൽ കാൽപ്പനികമായ ഭാവചപലതയോട് പിണങ്ങി നിൽക്കുന്ന സ്വഭാവ സവിശേഷത ആ ഘട്ടത്തിൽ തന്നെ പ്രകടമായിരുന്നു.
രൂപപരമായ ഹ്രസ്വതയെ മുൻനിർത്തി ജപ്പാനിലെ ഹൈക്യൂ കവിതകളോട് കുഞ്ഞുണ്ണി കവിതകളെ സാദൃശ്യപ്പെടുത്താറുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയായ എന്നിലൂടെ അദ്ദേഹത്തിന്റെ ലാളിത്യത്തിനും ചാരുതയ്ക്കും നർമ്മബോധത്തിനും പ്രശസ്തമാണ്. മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ ബാലപംക്തിയിൽ കുട്ടേട്ടൻ എന്ന പേരിൽ എഴുതിയിരുന്നു. എഴുതി തുടങ്ങുന്നവർക്ക് വഴികാട്ടിയായി അദ്ദേഹം നൽകിയ നിർദ്ദേശങ്ങൾ വളരെ വിലപ്പെട്ടതായി കുട്ടികൾ കണക്കാക്കിയിരുന്നു. മലയാളത്തിലെ പല എഴുത്തുകാരെയും കൈപിടിച്ചു വളർത്തിക്കൊണ്ടുവന്നത് നമ്മുടെ കുഞ്ഞുണ്ണി മാഷാണ്. ഭാഷാശുദ്ധി കുഞ്ഞുണ്ണി മാഷുടെ പ്രധാനപ്പെട്ട പരിഗണനയായിരുന്നു. എങ്ങനെ ലളിതവും വ്യക്തവുമായ ഭാഷയിൽ എഴുതാമെന്ന് വ്യക്തമാക്കുന്ന മാഷുടെ കുറിപ്പുകൾ കുട്ടിക്കൃഷ്ണമാരാരുടെ മലയാള ശൈലിയോട് ചേർത്തു വയ്ക്കാവുന്നതാണ്. പഴഞ്ചൊല്ല്, കടങ്കഥകൾ എന്നിവയിൽ പ്രകടമാകുന്ന ഭാഷാ സ്വരൂപവും കാവ്യഭാവനയും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ന് അതിഥിയായി നമ്മോടൊപ്പമുള്ളത് ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാനാധ്യാപകനും ഇരിട്ടി തളിപ്പറമ്പ് നോർത്ത് മുൻ AEOയുമായിരുന്ന ശ്രീ K. ജനാർദ്ദനൻ മാസ്റ്ററാണ്. പ്രിയമുള്ളവരെ, വിദ്യാഗീതം സ്കൂൾ റേഡിയോയ്ക്ക് എൻ്റെ ആശംസകൾ. എനിക്ക് പൊക്കം കുറവാണ് എന്നെ പൊക്കാതിരിക്കുവിൻ, എനിക്കൂക്കു കുറവാണ് എന്നെ താങ്ങാതിരിക്കുവിൻ എന്ന് ഒരു മടിയും കൂടാതെ പറഞ്ഞ കുഞ്ഞിൽ നിന്നുണ്ണുന്ന, കുഞ്ഞിനോടൊത്ത് രമിക്കാൻ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുണ്ണി മാഷ്. ചിരിക്കാനും ചിന്തിപ്പിക്കാനും സഹായകമായ നുറുങ്ങു കവിതകളുടെ മലയാള മുഖം. കുട്ടിക്കവിത, ബാലസാഹിത്യം എന്നൊക്കെ കേട്ടാൽ കുഞ്ഞുണ്ണി മാഷ് എന്നാണ് മലയാളി ആദ്യം ഓർക്കുക. അത്രമാത്രം സ്വാധീന ശക്തി നേടിയിട്ടുണ്ട് കുഞ്ഞുണ്ണി സാഹിത്യം. പിന്നോട്ട് മാത്രം മടങ്ങുന്ന കാലുകൊണ്ടല്ലയോ മുന്നോട്ട് പായുന്നിതാളുകൾ എന്ന് കവി പാടിയിട്ടുണ്ട്. ഈ മനുഷ്യജീവിതത്തിനിടയിൽ അധ്യാപകൻ, കവി, പ്രഭാഷകൻ, ചിത്രകാരൻ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ, എഡിറ്റർ എന്നിങ്ങനെ നിരവധി തലങ്ങളിൽ തൊട്ടതൊക്കെ പൊന്നാക്കി മാറ്റി അദ്ദേഹം മുന്നേറി. കുട്ടിക്കാലത്ത് മാഷ് വായിച്ചതേറെയും കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളായിരുന്നു. കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷയോട് തോന്നിയ കൗതുകം അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചിരുന്നു. പഠനകാലത്ത് തുള്ളൽ കവിതകൾ സ്വയം എഴുതി അവതരിപ്പിച്ച് അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. 10ാം തരം കഴിഞ്ഞപ്പോൾ യുഗപ്രപഞ്ചം എന്ന തുള്ളൽ കവിത എഴുതിയതോടെയാണ് കവി എന്ന നിലയിൽ അദ്ദേഹം കൂടുതൽ അംഗീകരിക്കപ്പെട്ടത്. മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ ബാലപംക്തിയിൽ കുട്ടേട്ടൻ എന്ന തൂലികാ നാമത്തിൽ കുഞ്ഞുണ്ണി മാഷ് എഴുതിയിരുന്നു. മലയാളത്തിലെ പല എഴുത്തുകാരെയും അദ്ദേഹം ഈ പംക്തിയിലൂടെ കൈപിടിച്ചുയർത്തി. സത്യനന്ദിക്കാട്, അശോകൻ ചെരുവിൽ, TV കൊച്ചുബാവ, അക്ബർ കക്കട്ടിൽ, NB ഹാഫിസ് മുഹമ്മദ്, പ്രിയ AS, താഹ മാടായി, ഇങ്ങനെ മാഷ് കണ്ടെത്തിയ സാഹിത്യ പ്രതിഭകളുടെ പട്ടിക നീളുന്നു. ഇത്തിരി പോന്ന തനിക്ക് ഇത്തിരിയേ പറയാനുള്ളൂ, അത് പറയാൻ ഇത്തിരിയേ വാക്കും വേണ്ടൂ എന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതാ സരസ്വതി കടന്നെത്താത്ത മേഖലകളില്ലെന്നു തന്നെ പറയാം. പഴഞ്ചൊല്ല്, കടങ്കഥകൾ എന്നിവയെ പ്രകടമാകുന്ന കാവ്യഭാവന അദ്ദേഹം തുറന്നു കാട്ടി. 6 മലയാളിക്ക് 100 മലയാളം, അരമലയാളിക്കും 1 മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല എന്ന് ആദ്യപ്പെട്ട അദ്ദേഹം ഭാഷാശുദ്ധിക്ക് ഏറെ പ്രാധാന്യം നൽകിയിരുന്നു. ഭാഷയുടെ വിവിധ മുഖങ്ങൾ അടുത്തറിയാൻ ശ്രമിക്കുന്നതിനിടയിൽ എല്ലാ പ്രായക്കാരെയും ഒരുപോലെ ആസ്വാദന വഴികളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മാഷിന്റെ ചൊല്ലാൻ ഇമ്പമുള്ള കുട്ടിക്കവിതകൾ കുട്ടികൾക്ക് ആവേശമാണ്, മുതിർന്നവർക്ക് അത്ഭുതമാണ്. വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങൾ പോലും അദ്ദേഹം നർമ്മം കലർത്തി തൻ്റെ ഭാഷയിൽ വായനക്കാരിലേക്ക് എത്തിച്ചു. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലുവെച്ച പാത്രം വൃത്തിയാക്കി വച്ചു എന്ന് മാഷ് പറയുന്നതിൻ്റെ വൃത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓട്ടിന്റെ വട്ടത്തിൽ ചുറ്റിക്കറങ്ങുന്ന രാഷ്ട്രീയം നാടോട്ടയാക്കിടുന്നു എന്ന നിരീക്ഷണത്തിന്റെ സത്യാവസ്ഥ നമുക്കിന്ന് ബോധ്യമല്ലേ? വലപ്പാട്ടുള്ള അധികാരത്തെ വീട്ടിൽ മാഷിനെ തേടിയെത്തിയിരുന്നത് മിക്കവാറും കുട്ടികളാണ്. കുട്ടികൾക്ക് മാഷെന്നാൽ ഒരുപാട് തമാശകൾ പറയുന്ന കൂട്ടുകാരനാണ്. മുട്ടായിയിൽ ബുദ്ധി വെച്ചാൽ ബുദ്ധിമുട്ടായി എന്നും മത്തായിയിൽ ശക്തി വെച്ചാൽ ശക്തി മത്തായി എന്നും മാഷ് പറയുമ്പോൾ പുതിയ സമസ്ത പദങ്ങൾ രൂപം കൊള്ളുകയാണ്. കുഞ്ഞുങ്ങളുടെ കുഞ്ഞു സംശയങ്ങൾക്ക് മറുപടി നൽകി ഒരുപാട് സ്നേഹമുള്ള ഒരപ്പൂപ്പനായി അദ്ദേഹം നിലകൊണ്ടു.
കുട്ടികളുടെ കത്തുകൾക്ക് മറുപടിയും കുട്ടികളുടെ സാഹിത്യ സൃഷ്ടികൾക്ക് തിരുത്തലുകളും പോസ്റ്റ് കാർഡുകളിലായി അദ്ദേഹം അയച്ചു കൊടുത്തു. മാഷ് ഏറ്റവും അധികകാലം കവിതകൾ എഴുതിയത് മലർവാടി എന്ന ബാലമാസികയ്ക്ക് വേണ്ടിയാണ്. 1981 ജനുവരി മാസം മുതൽ അദ്ദേഹം മലർവാടിയിൽ കുഞ്ഞുണ്ണി മാഷും കുട്ടിയോളും എന്ന പങ്ക്തി എഴുതി തുടങ്ങി. അത് കുട്ടികൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് നൽകിയത്. അനേകം കുട്ടികൾക്ക് സാഹിത്യരംഗത്ത് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ആശയ കളരി കൂടിയായി അത് മാറി. 1981 ആരംഭിച്ച ആ സാഹിത്യ പരമ്പര 17 വർഷങ്ങൾ നീണ്ടുനിന്നു. എഴുത്തുകാരൻ എന്ന നിലയിലാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടതെങ്കിലും ഒരു ചിത്രകാരനും നടനുമൊക്കെയായി അദ്ദേഹം ശോഭിച്ചിരുന്നു. കമൽ സംവിധാനം ചെയ്ത ഭൂമിഗീതം എന്ന ചലച്ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം എന്നും ലോകം ഒന്നാവുകയാകുന്നു കമ്പി കൊണ്ടും കമ്പിയില്ല കമ്പി കൊണ്ടും മനസ്സുകൊണ്ടല്ല എന്നും മാഷ് പറയുമ്പോൾ ചിന്തിച്ചു പോയില്ലെങ്കിൽ നമ്മൾ എന്തിനു കൊള്ളാം? എനിക്ക് തന്നെ കിട്ടുന്നു ഞാൻ അയക്കുന്നതൊക്കെയും, ആരിൽ നിന്നെന്നതേ നോക്കൂ വിഡ്ഢിശിപ്പായി ഈശ്വരൻ എന്ന് ഈശ്വരനെ പരിഹസിക്കുമ്പോൾ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് എഴുത്തച്ഛൻ നമ്മെ ഉപദേശിക്കുന്നില്ലേ? കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കൺമതാണൻ പരാജയം എന്ന് അദ്ദേഹം പാടുമ്പോൾ ചങ്ങമ്പുഴ പോലും തലകുലുക്കി സമ്മതിക്കും. 1917 മെയ് 10 ജനിച്ച് മഹത്തായൊരു സർഗപ്രപഞ്ചം നമുക്ക് നൽകി 2006 മാർച്ച് 26 കുഞ്ഞുണ്ണി മാഷ് യാത്രയായി. സമയം കിട്ടുമ്പോൾ കുഞ്ഞുണ്ണി മാഷിലൂടെ ഒന്ന് കടന്നു പോകാൻ എല്ലാ കൂട്ടുകാരും ശ്രമിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ജനുമാഷ്. ആയെന്നക്ഷരമെത്ര വലുത്, ആനയുമെത്ര വലുത്, ആൽമരമെത്ര വലുത്, ആയെന്നോതും നേരത്ത് എന്നുടെ വായയുമെത്ര വലുത്. സത്യമേ ചൊല്ലാവൂ, ധർമ്മമേ ചെയ്യാവൂ, നല്ലതേ നൽകാവൂ, വേണ്ടതേ വാങ്ങാവൂ എന്നു പാടിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷ് 2006 മാർച്ച് 26 ഓർമ്മയായി. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം, നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.